ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് കർത്താവായ ദൈവം നമ്മളെ ഓരോരുത്തരെയും അവിടുത്തെ പക്കലേക്ക് ക്ഷണിക്കുകയാണ്. ദാഹാർത്തരെ വരുവിൻ, എൻ്റെ ചാരെ വരുവിൻ, നിന്റെ ജീവിതത്തെ പ്രത്യാശയിലേക്ക് നയിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെ സ്വീകരിക്കുവിൻ. ഇന്നത്തെ അഭിഷേക വചനവിധ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 37-38 തിരുവചനങ്ങൾ. ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. ദാഹാർത്തരെ വരുവിൻ. പ്രിയമുള്ളവരെ, ആത്മീയ ജീവിതത്തിലെ സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള ദാഹം, സ്നേഹത്തിന് വേണ്ടിയിട്ടുള്ള ദാഹം, ക്ഷമിക്കുവാനായിട്ടുള്ള ദാഹം, മറ്റുള്ളവരെ മനസ്സിലാക്കുവാനായിട്ടുള്ള ദാഹം, ഇതാ ആത്മീയ ജീവിതത്തിൽ നീ ഏതെങ്കിലും മേഖലകളിൽ കുറവുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ക്ഷണിക്കണം. എൻ്റെ പക്കലേക്ക് വായോ, നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരും. നിങ്ങൾ അസ്വസ്ഥപ്പെടേണ്ട. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്കലേക്ക് വരട്ടെ. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ പക്കൽ ചെല്ലുമ്പോൾ ഇതാ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്ന ഒരു അനുഭവം ദൈവസന്നിധിയിലേക്ക് നമ്മൾ അടുക്കുമ്പോൾ, വചനത്തിലൂടെ, കുദാശകളിലൂടെ, ശുശ്രൂഷകളിലൂടെ ദൈവസന്നിധിയിലേക്ക് നമ്മൾ നടന്നെടുക്കുവാൻ പരിശ്രമിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്ന ഒരു അനുഭവം, ജീവജലത്തിൻ്റെ അരുവി പോലെ ഒഴുകുന്ന ഒരു അനുഭവം എന്ന് വെച്ചാൽ, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഇങ്ങനെ ചൊരിയപ്പെട്ടുകൊണ്ടിരിക്കും. അത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ മാത്രമല്ല, ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരിലേക്കും പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്തിൻ്റെ ഒരു ഒഴുക്കുണ്ടാകുമെന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്താൽ നിറയപ്പെടുന്നവരാകുവാൻ. പ്രിയമുള്ളവരെ, ഇന്നേ ദിനം കർത്താവ് നമ്മളെ ക്ഷണിക്കുകയാണ്. നീ ജീവിതത്തിലായിരിക്കുന്ന അവസ്ഥ ഏതുമായിക്കൊള്ളട്ടെ, എൻ്റെ അടുക്കിലേക്ക് വായോ. സങ്കടങ്ങളാകാം, വേദനകളാകാം, പരാജയങ്ങളാകാം, ഒറ്റപ്പെടുന്ന അനുഭവങ്ങളാകാം, ഏതുമായിക്കൊള്ളട്ടെ, നീ കടന്നു പോകുന്ന ജീവിതാവസ്ഥയുമായി എൻ്റെ അടുത്തേക്ക് വായോ. നിനക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ തന്നുകൊള്ളാം. വലിയൊരു ഉറപ്പാണ് ഈശോ നമുക്ക് നൽകുകയാണ്. പ്രിയമുള്ളവരെ, നമുക്കും നമ്മുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. കർത്താവെ, ഞാനായിരിക്കുന്ന ജീവിതാവസ്ഥയെ സമർപ്പിക്കുന്നു. നീ ഏറ്റെടുക്കണമേ, അനുഗ്രഹിക്കണമേ, കൃപയാൽ നിറയ്ക്കണമേ. ജീവജലത്തിൻ്റെ അരുവി ഒഴുകുന്ന ആത്മീയ നിറവിലേക്ക് പരിശുദ്ധാത്മാവെ ഞങ്ങളെല്ലാവരും നയിക്കണമേ. പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരും അനുഗ്രഹിക്കും കേട്ടോ. കർത്താവിലേക്ക് നടന്നെടുക്കുവാൻ ഞാൻ മനസ്സ് കാണിച്ചാൽ ആത്മാവിൻ്റെ അഭിഷേകത്താൽ നമ്മളെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കും. അതിനായി പ്രാർത്ഥിച്ച് ഇന്നത്തെ എല്ലാ ജീവിത മേഖലകളിലും ഈ ഒരു അഭിഷേകം ഉണ്ടാകുവാനായിട്ട് ആഗ്രഹിച്ച് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും